RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് തൊട്ട് മുമ്പ് നടന്ന ഒരു മഹായുദ്ധം കഴിഞ്ഞിട്ട് ഒരു സത്യം പറഞ്ഞാൽ എന്താ നടന്നതെന്ന് തന്നെ ഒരു പിടിയില്ല കേട്ടോ. യുദ്ധമാണെന്ന് ചോദിച്ചാൽ അതൊന്നും എന്താ പറയാ, അത് ലോകമഹായുദ്ധം പോലെ ഒരു യുദ്ധം നടന്നു എന്ന് തന്നെ പറയാം. എമ്മാതിരി മത്സരോടോ ഒരു രക്ഷയില്ല. പോർച്ചുഗൽ വിസസ് ക്രൊയേഷ്യ. ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ പോർച്ചുഗലും അതേപോലെ ലൂക്കാ മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യയും ഏറ്റുമുട്ടിയപ്പോൾ ഒരു യുദ്ധ സമാനമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടായത്. എന്താന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഹാഫിൽ പോർച്ചുഗലിന്റെ കിടിലൻ അറ്റാക്കും കൗണ്ടറുകളും എന്താ പറയാ അടിപൊളി കളിയായിരുന്നു. പക്ഷെ ഗോൾ സ്കോർ ചെയ്യാൻ മാത്രം പറ്റിയില്ല എന്നുള്ള കാര്യമാണ്. അത് കറക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്ത് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ ഗിയർ മാറ്റിയിട്ട് ക്രൊയേഷ്യയുടെ കളി അങ്ങോട്ട് മാറി എന്ന് പറഞ്ഞാൽ എമ്മാതിരി കളിയായിരുന്നു. യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് കുറഞ്ഞു പോകും. എമ്മാതിരി മഹായുദ്ധം തന്നെ പറഞ്ഞു. അങ്ങനെ മഹായുദ്ധത്തിൽ അങ്ങനെ പറങ്കിപ്പെട്ട വിജയിച്ചിരിക്കുകയാണ്. എന്താ പറയാ, എന്ത് കളിയാണോ. ഫസ്റ്റ് കളി തുടങ്ങിയപ്പോൾ എന്താ പറയാ, പോർച്ചുഗലിന്റെ ആധിപത്യം തന്നെ പറയാം. ഫസ്റ്റ് ഹാഫിൽ ഡിഫെൻസീവായിട്ട് ക്രൊയേഷ്യ ഫുള്ളായിട്ട് ഡിഫെൻസീവായി കളിക്കുക. എന്ത് കളിയാണ് ഈ ചങ്ങായിമാർ കളിക്കുന്നത് വിചാരിച്ചു. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് കൊണ്ടുവരിക, ഇവിടെ ഗോൾ കീപ്പർമാർ ഡിഫൻഡർമാർ തടഞ്ഞു നിർത്തുക. പോർച്ചുഗൽ ഗംഭീര പെർഫോമൻസ് ചെയ്ത് ഫസ്റ്റ് ഹാഫിൽ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ കളി അങ്ങോട്ട് മാറി. ക്രൊയേഷ്യ അങ്ങോട്ട് ഗിയർ മാറ്റിയിട്ട് ഒരു വരവുണ്ടായിരുന്നു മോനെ. എന്താ പറയാ. അതിന്റെ ഫലമായിട്ട് തന്നെ 53-ാം മിനിറ്റിൽ പരാസാവിച്ചിലൂടെ ഫസ്റ്റ് ഗോൾ ക്രൊയേഷ്യ അടിക്കുകയാണ്. ആ പോർച്ചുഗലിന്റെ ഗോൾ കീപ്പറെ മറികടന്ന് ആ ബോള് വലയിൽ അങ്ങോട്ട് ചുംബിക്കുമ്പോൾ സ്റ്റേഡിയം അങ്ങോട്ട് ആയിട്ട് നിശബ്ദമായി. എന്താ പറയാ, അതുവരെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന കളി. അപ്പോൾ എന്തായാലും പോർച്ചുഗൽ ഗോൾ അടിക്കുന്ന അടുത്ത നിമിഷം തന്നെ ഗോൾ അടിക്കുന്ന പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫ് തുടങ്ങിയതും ഗിയർ മാറ്റിയിട്ട് ഇവന്മാര് എമ്മാതിരി കളിയാണ്. ഫസ്റ്റ് ഹാഫിൽ ഇത് എന്താ കാണിച്ചെന്ന് ഒരു പിടിയില്ല. ഫസ്റ്റ് ഹാഫിൽ ഫുള്ളായിട്ട് 5, 6, 7 പേരൊക്കെ ഡിഫൻസിൽ നിന്നിട്ട് കിട്ടിയ ബോൾ അതും ഫുള്ള് മിസ്. അതേപോലെ എന്താ പറയാ, പോർച്ചുഗലിന്റെ ഒരു സൈഡിലുള്ള അറ്റാക്കുകൾ എന്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ഭാഗ്യം കൊണ്ടാണ്. അതേപോലെ ക്രൊയേഷ്യയുടെ ഗോൾ കീപ്പർ എമ്മാതിരി സേവുകളാണ്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ നേരെ തിരിച്ച് ഡിയാഗോ കോസ്റ്റനെ ശരിക്കും എന്താ പറയാ നന്നായിട്ട് പരീക്ഷിച്ചിട്ടുണ്ട്. എമ്മാതിരി സേവുകളാണ് ചങ്ങായി നടത്തിയത്. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ 53-ാം മിനിറ്റിൽ ഗോൾ വീണു. അങ്ങനെ പോർച്ചുഗൽ ഫാനൊക്കെ അങ്ങോട്ട് നെട്ടിത്തരിച്ച് നിൽക്കുക. ക്രൊയേഷ്യക്ക് മുന്നിൽ പണി പാളുമെന്ന് വിചാരിച്ചാൽ അങ്ങനെയാണ് നിൽക്കുന്ന സമയത്താണ് ഒരു കോർണർ കിക്കിൽ വൈഗയ്ക്കെതിരെ ഒരു ഫൗള് കിട്ടണം. ആ ഫൗൾ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഫൗളാണ് ചോദിച്ചാൽ ആവശ്യമില്ലാത്ത ഫൗളാണ്. പക്ഷെ ആ ഒരു ഫ്രീ ആയിട്ട് വിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഹെഡിലൂടെ ആ ചങ്ങായി തന്നെ കോർണർ കിക്കിൽ 2, 3 ഹെഡ് ചാൻസുകൾ കിട്ടിയത് ചങ്ങായിക്ക് വൈഗയ്ക്ക്. അങ്ങനെ പെനാൾട്ടി വാറിന് കൊടുത്ത് പെനാൾട്ടി ചെക്ക് ചെയ്ത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പെനാൾട്ടി എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ തന്റെ കരിയറിൽ വേൾഡ് കപ്പ് നോക്കൌട്ടിൽ ഗോൾ അടിച്ചിട്ടില്ല എന്നുള്ള പരാതി അങ്ങോട്ട് തീർത്തുകൊണ്ടിന്റെ പെനാൾട്ടിയിലൂടെ ഗോൾ സ്കോർ ചെയ്യുകയാണ്. അങ്ങനെ 1-1 പോയിക്കൊണ്ടിരിക്കുക കളി. പിന്നെയും ക്രൊയേഷ്യനെ സെക്കൻഡ് ഹാഫ് നോക്കി കഴിഞ്ഞാൽ ക്രൊയേഷ്യനാണ്. സത്യം പറഞ്ഞാൽ പോർച്ചുഗലിന്റെ ഡിഫൻസിനെ ശരിക്കും പണിയെടുപ്പിച്ചിട്ടുണ്ട്. എമ്മാതിരി അറ്റാക്കുകൾ, അതും എന്താ പറയാ കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്ന വരവുണ്ടല്ലോ, ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ല. അങ്ങനെ 90 മിനിറ്റും കടന്ന് മത്സരം പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ വിചാരിച്ചു എക്സ്ട്രാ ടൈമിലേക്ക് പോയി കളിന്ന്. പെനാൾട്ടി ഷൂട്ടൗട്ടിലാണ് തീരുമാനം. എന്താ പറഞ്ഞാൽ കുറെ ആൾക്കാരൊക്കെ പറഞ്ഞെങ്കിൽ 2-2 അല്ലെങ്കിൽ 1-1 അല്ലെങ്കിൽ 0-0. എന്റെ പ്രൊഡിക്ഷനൊക്കെ 2-2 ആയിരുന്നു. പെനാൾട്ടിയിൽ പിന്നെ എക്സ്ട്രാ ടൈമിൽ പെനാൾട്ടിയിൽ ആര് ജയിക്കാന്ന് അറിയില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു കളി കണ്ടത്. അങ്ങനെ 90+ മിനിറ്റുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കളി. അപ്പോഴേക്കും 80-ാം മിനിറ്റിൽ റൊണാൾഡോനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. റൊണാൾഡോക്ക് തീരെ താല്പര്യമില്ല. എന്താന്ന് പറഞ്ഞാല് അവസാന വേൾഡ് കപ്പ് ആവരുത്, അവസാന മത്സരം ആവരുത്, ആ ഒരു വേൾഡ് കപ്പിൽ അവസാന മത്സരം ആവരുത് എന്ന് ആൾക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹമുണ്ട്. എന്താന്ന് പറഞ്ഞാല് ഈ ഒരു വേൾഡ് കപ്പ് അവസാന കച്ചി തുരുമ്പ് തന്നെ പറയാം. ഇത് നേടിക്കഴിഞ്ഞില്ലെങ്കിൽ ഇനി ഒരു വേൾഡ് കപ്പിനുള്ള ആ യുവത്വം ആളുടെ കയ്യിലില്ല. 41 വയസ്സ് കടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 94-ാം മിനിറ്റ് കളി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ലിയോ അതുവരെ ഇങ്ങനെ ആ ലെഫ്റ്റ് വിങ്ങിലൂടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ക്രോസുകൾ കൊടുക്കല്ലാതെ അതൊന്നും ക്രൊയേഷ്യയുടെ ഡിഫൻഡർമാരിനെ മറികടന്ന് പോർച്ചുഗലിന്റെ ഒരു പ്ലെയറിന്റെ തലയിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉള്ള സമയത്താണ് ആ 94-ാം മിനിറ്റിൽ ലിയോയുടെ ഒരു ക്രോസ് വരുന്നതും അത് സൂപ്പർ സബായിട്ട് ഇറങ്ങിയ റാമോസിന്റെ തലയിൽ ടച്ച് ചെയ്ത് ആ ഗോൾ പോസ്റ്റിനുള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു നിമിഷം പോർച്ചുഗൽ ഫാൻസ് ഒക്കെ ഒന്ന് ആഹ്ലാദത്തിന് എന്താ പറയാ അങ്ങോട്ട് തരിച്ചു പോയി എന്ന് പറയല്ലേ. അമ്മാതിരി ഗോളായിരുന്നു. എന്താ പറയുക, 2 ഡിഫൻഡർമാർ ഫ്രണ്ടിലും ബാക്കിലും ഉണ്ടായിട്ട് അവർ രണ്ടാളും അതിനൊന്നും ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ 94-ാം മിനിറ്റും 95-ാം മിനിറ്റും അങ്ങനെ 100-ാം മിനിറ്റിലേക്ക് കടക്കണം. അപ്പൊ കളി ഏകദേശം കഴിയാൻ മിനിറ്റുകൾ മാത്രം, സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ള സമയത്താണ് വീണ്ടും നെട്ടിച്ചുകൊണ്ട് ക്രൊയേഷ്യ തിരിച്ചു വരും. ഒരു കിടിലൻ ഗോൾ. ഗോൾ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വല്ലാണ്ട് ആകെ ഇവിടെ പോർച്ചുഗലിന്റെ ബെഞ്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആകെ ഇതായി. ആ സ്റ്റേഡിയം നോക്കിക്കഴിഞ്ഞാൽ മൊത്തം പോർച്ചുഗൽ ഫാൻസ് ഒക്കെ ആകെ എന്താ പറയാ നിരാശയിൽ ആകെ എന്താ പറയാ ഒരുമാതിരി സീനായിരുന്നു. പോർച്ചുഗൽ വിരോധികളൊക്കെ ഭയങ്കരമായിട്ട് ആഹ്ലാദിച്ച സമയമായിരുന്നു. എന്താ പറയാ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ മെസ്സേജുകൾ ചറവറന്ന് വന്നുകൊണ്ടിരിക്കുക. 2-2 എക്സ്ട്രാ ടൈമിലേക്ക് പോകണല്ലോ. പിന്നെ ഈ ക്രൊയേഷ്യയുടെ കൂടെ എക്സ്ട്രാ ടൈം 30 മിനിറ്റ് കളിക്കാന്ന് പറഞ്ഞാൽ അത് കുറച്ച് പണിയെന്ന് പോർച്ചുഗൽ നന്നായിട്ട് അറിയാം. റൊണാൾഡോ ഒക്കെ ഡക്കൗട്ടിൽ നിന്ന് ആകെ കിളി പോയ പോലെ നിൽക്കണ്ടായിരുന്നു.
അപ്പോഴാണ് റഫറി വിസിൽ വന്നത്. വാറ്, ഓഫ് സൈഡ്. ഓഫ് സൈഡിന്റെ കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ വരും. പക്ഷെ അത് റൂൾ പ്രകാരം ഓഫ് സൈഡ്. എന്താ പറഞ്ഞാൽ ഫസ്റ്റ് ക്രൊയേഷ്യയുടെ ആ ഒരു ഹെഡ് ഒരു പ്ലെയറിന്റെ തലയിൽ തട്ടുന്ന സമയത്ത് ഈ ചങ്ങായി ഓഫ് സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വൈഗയുടെ തലയിൽ തട്ടുന്നുണ്ട്. പക്ഷെ ആദ്യ ടച്ച് എടുക്കുന്ന സമയത്ത് അത് ഓഫ് സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ സൂപ്പർ സബ്ബായിട്ട് വന്ന ഗാഡിയോളയാണ് ആ ഗോൾ നേടുന്നത്. അപ്പൊ രണ്ട് സൂപ്പർ സബ്മാർ ഗോൾ നേടിയെന്നൊക്കെ വിചാരിച്ചിരുന്ന സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വാറിലൂടെ ക്രൊയേഷ്യ മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യ പുറത്തു പോകും. മോഡ്രിച്ച് കുറെ വാദിക്കുന്നുണ്ട്. എന്താ പറഞ്ഞാൽ ആ ചങ്ങായുടെ അവസാന വേൾഡ് കപ്പ് 5 വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് റണ്ണർ അപ്പ് ആയിട്ടുണ്ട്, തേർഡ് പ്ലേസ് ആയിട്ടുണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പിൽ. എന്താ ചെയ്യുക? അങ്ങനെ ഒരു ലെജൻഡ് ഈ വേൾഡ് കപ്പിൽ നിന്ന് വിട്ട പറയണം എന്തായാലും. അങ്ങനെ ലൂക്കാ മോഡ്രിച്ച് വിട്ട പറയാണ്. കളി കഴിഞ്ഞിട്ട് റൊണാൾഡോ ആയിട്ട് കെട്ടിപ്പിടിക്കുന്നത്. ഇത് ഏറ്റവും സഹിക്കാനാവാത്ത റയൽ മാഡ്രിഡ് ഫാൻസിനാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡിന്റെ രണ്ട് ലെജൻഡുകളാണ്. എന്തായാലും അവർക്കറിയാം ഇന്ന് ആരെങ്കിലും ഒരാൾ പുറത്തു പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ശ്വാസം അടക്കി പിടിച്ചിരുന്ന ആ 90 പ്ലസ് എക്സ്ട്രാ ടൈമിൽ ആ 10 മിനിറ്റുകൾ എന്താ പറയാ, ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു. ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അമ്മാതിരി കളിയായിരുന്നു. അപ്പൊ കളി കഴിഞ്ഞിട്ട് ഏറ്റവും എന്താ പറയാ, എന്താ എല്ലാവരുടെയും കണ്ണ് നിറയിച്ചൊരു നിമിഷം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവർക്ക് ജയിച്ചേ പറ്റും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ പ്രിയ സുഹൃത്തായ ഡിയാഗോ ജോട്ട മരണപ്പെട്ടിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയാണ്. ആ ഒരു ദിവസമാണ് ഇവർക്ക് ഈ കളി വന്നത്. അപ്പോൾ 1-0 പുറകിൽ പോയപ്പോൾ പോർച്ചുഗൽ പോയി എന്ന് വിചാരിച്ചു, തീർന്നു എന്ന് വിചാരിച്ചു സെക്കൻഡ് ഹാഫിൽ ആ ക്രൊയേഷ്യയുടെ കളിയെ കണ്ടപ്പോൾ. പക്ഷേ 90 മിനിറ്റിന് ശേഷം 94 മിനിറ്റ് ആ റാമോസിന്റെ ആ ഒരു ഗോൾ ഉണ്ടല്ലോ, അത് ദൈവത്തിന്റെ എന്താ പറയുക, ദൈവത്തിന്റെ വിധിയാണെന്ന്. ആ ഒരു ഗോള് സെലിബ്രേറ്റ് ചെയ്തിട്ട് അവസാനം കാണികൾക്ക് മുമ്പ് എല്ലാ പ്ലെയേഴ്സും അണിനിരന്നിട്ട് റൊണാൾഡോ ആ ഒരു 21 നമ്പർ ജേഴ്സിയും പിടിച്ച് നിൽക്കുന്ന ഒരു സീനുണ്ട്. തന്റെ പ്രിയ സുഹൃത്തായ ജോട്ടയ്ക്ക് വേണ്ടി ഈ വിജയം സമർപ്പിക്കുന്നതായിട്ട് ഇങ്ങനെ കൈ മുകളിലോട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വല്ലാത്തൊരു നിമിഷം. എന്താ പറയാ, കൂടെ കളിച്ച് ഒരു പെട്ടെന്ന് നമ്മുടെ സുപ്രഭാതത്തിൽ ഒരു പെട്ടെന്ന് നമ്മളെ വിട്ടുപോയിരിക്കുകയാണ്. പോർച്ചുഗൽ ടീമിന് അത് ഒരുപാട് അലട്ടിൻ്റെ ഓരോ പ്ലേയേഴ്സിനും, റൂബിൻ നവാസിനും അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സിനും അയാളുടെ ഒരു വിടവ് ഭയങ്കരമായിട്ട്. എന്താ പറഞ്ഞാൽ ഈ ഒരു വേൾഡ് കപ്പിൽ ഉണ്ടെങ്കിൽ റൊണാൾഡോന്റെ ശേഷം അടുത്ത ഒരു പേര് എന്ന് പറഞ്ഞാൽ ജോട്ട തന്നെയാണ്. ആ സ്ക്വാഡിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും അവരുടെ കൂടെ ഉണ്ട്. അവരുടെ ആ ഒരു ആംപാൻഡ് ഇപ്പോഴും ആ ഒരു പ്ലെയർക്ക് വേണ്ടിയിട്ട് എല്ലാ പ്ലെയേഴ്സും അണിയുന്നുണ്ട്. അപ്പം എന്തായാലും പോർച്ചുഗലിനെ ഇനി കാത്തിരിക്കുന്നത് സാക്ഷാൽ സ്പെയിനാണ്. സ്പെയിൻ കഴിഞ്ഞാൽ മിക്കവാറും ഫ്രാൻസ് ആയിരിക്കും. ഫ്രാൻസ് കഴിഞ്ഞാൽ അവിടുന്ന് അർജന്റീനയോ ബ്രസീലോ ഇംഗ്ലണ്ടോ ആരായിരിക്കാം. പക്ഷെ ഇതൊക്കെ മറികടന്ന് ഈ സീസണിൽ ഈ ഒരു വേൾഡ് കപ്പിൽ ഡിയോഗോ ജോട്ടയ്ക്ക് വേണ്ടി പോർച്ചുഗൽ, അതേപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വേണ്ടി പോർച്ചുഗൽ കപ്പ് എടുക്കുന്നതിനാണ് ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത്. എന്താ പറഞ്ഞാൽ കുറച്ച് കടുകട്ടിയാണ് ആ പാത. പക്ഷെ എന്തായാലും കപ്പടിക്കുന്നതാണ് റൊണാൾഡോ ഫാൻസുകാർ ഒരുമിച്ച് അവർ വിശ്വസിക്കുന്നത്. അതിന് പല പല കാരണങ്ങൾ അവർ പറയായിരിക്കും. പക്ഷേ നമുക്ക് കാത്തിരുന്ന് കാണാം ആ ഒരു നിമിഷത്തിലേക്ക്. എന്തായാലും ആ ഒരു നിമിഷം റൊണാൾഡോ ഫാൻസ് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇവരുടെ സ്റ്റാറ്റ്സിലേക്ക് ഒന്ന് പോവാം. സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിളി പാറും. എന്താ പറഞ്ഞാൽ 15 ഷോട്ടുകളാണ് പോർച്ചുഗൽ എടുത്തത്. അതിൽ 3 മാത്രം ഓൺ ടാർഗറ്റിലേക്ക് പോയിട്ടുള്ളൂ. അവിടെ ക്രൊയേഷ്യനെ 13 ഷോട്ടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. 7 ഷോട്ടുകൾ ഓൺ ടാർഗറ്റിൽ പോയിട്ടുള്ളതാണ്. അപ്പോൾ കോസ്റ്റയുടെ സേവുകൾ വല്ലാത്ത സേവുകളായിരുന്നു അല്ലേ. 62% പാസ്. സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ കിളിവാർ. എന്താ പറഞ്ഞാൽ 15 ഷോട്ടുകളാണ് പോർച്ചുഗൽ എടുത്തിട്ടുള്ളത്. അതിൽ 3 മാത്രമാണ് ഓൺ ടാർഗറ്റിലേക്ക് പോയിട്ടുള്ളത്. ക്രൊയേഷ്യന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 13 ഷോട്ട് എടുത്തിട്ടുണ്ട്. അതിൽ 7 ഓൺ ടാർഗറ്റിലേക്കാണ്. 62% പൊസിഷൻ ഉണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ 38% മാത്രം പൊസിഷൻ ഉണ്ടായിരുന്നു. ഈ 38% പൊസിഷനിൽ നിന്ന് 13 ഷോട്ടുകളും അതിൽ 7 ഓൺ ടാർഗറ്റിലേക്ക് വന്നു. ക്രൊയേഷ്യ സെക്കൻഡ് ഹാഫിലാണ് ഈ തീപ്പാറെ കളി കളിച്ചിരിക്കുന്നുള്ള കാര്യം ആലോചിക്കണം. 92% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. അവിടെ നോക്കുകയാണെങ്കിൽ 85%. 542 പാസുകൾ പോർച്ചുഗൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 384 പാസുകൾ ക്രൊയേഷ്യ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 6 ഫൗളുകൾ കമ്മിറ്റ് ചെയ്തപ്പോൾ പോർച്ചുഗൽ അവിടെ ക്രൊയേഷ്യ 11 ഫൗളുകൾ കമ്മിറ്റ് ചെയ്തിരുന്നു. ഒരു യെല്ലോ കാർഡ്, അവിടെ 2 യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 9 കോർണേഴ്സ് ആണ് പോർച്ചുഗൽ വിൻ ചെയ്തത്. അവിടെ നോക്കുകയാണെങ്കിൽ 5 കോർണേഴ്സ് മാത്രമേ വിൻ ചെയ്തിട്ടുള്ളൂ. കളിയിൽ എന്താണെന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രൊയേഷ്യയാണ് ഒരുപിടി മുന്നിൽ നിന്ന്. പക്ഷേ ഗോളടിച്ച് വിജയിച്ച പോർച്ചുഗലായിരുന്നു. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.